അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിലെ 67-ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തു തബാറക എന്നും സൂറത്തുൽ മാനിയ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് പതിവാക്കിയിരുന്നു എന്നും പതിവാക്കാൻ പഠിപ്പിച്ചിരുന്നു എന്നും ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സൂറത്തുൽ മുൽക്ക് എന്നും പതിവാക്കിയാൽ, പ്രത്യേകിച്ച് വൈകുന്നേര രാത്രി സമയത്ത് ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് എന്നും ഓതുന്നുണ്ടെങ്കിൽ അവൻ്റെ ഖബറിൽ ശിക്ഷയുണ്ടാകില്ല. അൽ മാനിഅത്തു മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻക്ക് മോചനമുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് സൂറത്തുൽ മാനിയ എന്ന പേരുകൂടെ ഈ സൂറത്തിനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക. നാമൊക്കെ ഖബറിൽ ചെല്ലേണ്ട ആളുകളാണ്. ഖബറിലേക്കൊരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാലിൻ്റെ അടിയിലൂടെയാണ് ആദ്യം ശിക്ഷ വരിക. ആ സമയത്ത് ഇവൻ സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളാണ്, ഇവന് ശിക്ഷിക്കാൻ പറ്റില്ല എന്നവിടുന്ന് പറയും. അതിനുശേഷം നെഞ്ചിലേക്കും വയറിലേക്കും ശിക്ഷ ഇറങ്ങുമ്പോഴും അവൻ്റെ തലയിലേക്ക് ശിക്ഷ ഇറങ്ങുമ്പോഴൊക്കെ സൂറത്തുൽ മുൽക്ക് ഓതിയവനാണ് എന്നുള്ള പരിഗണന അവന് നൽകപ്പെടുമെന്നും അവന് ശിക്ഷിക്കില്ല എന്നും നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.